ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. നമ്മൾ ഡ്രോയിങ് പഠിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഡ്രോയിങ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ മുൻപ് പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷനാണ് ചെയ്യുന്നത്. സോ നമ്മൾ പഠിച്ചു ഇമ്പോർട്ടൻസ് ഓഫ് ഷേപ്പുകളിലൂടെയാണ് നമ്മൾ ചിത്രങ്ങൾ ഫോം ചെയ്ത് കൊണ്ടുവരുന്നത്. ഷേപ്പുകൾ നിരവധി വ്യത്യസ്ത തരം ഷേപ്പുകൾ നമ്മൾ ഉപയോഗിച്ചു. നമ്മൾ റെക്റ്റാങ്കിളിന് പല ടൈപ്പ് റെക്റ്റാങ്കിൾ എടുത്തു. കറക്റ്റ് 360 ഡിഗ്രി, അതുപോലെ തന്നെ ഓവൽ ഷേപ്പുകൾ, അത് സിലിണ്ടർ ഷേപ്പുകൾ, ട്രയാങ്കിൾസ്, ഇതൊക്കെ നമ്മുടെ പിക്ചറുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നു. കാരണം നമ്മൾ കാണുന്ന വ്യത്യസ്ത തരത്തിലുള്ള വസ്തുക്കൾ, ഒബ്ജക്റ്റുകൾ, ക്യാരക്ടറുകളൊക്കെ പല ഷേപ്പുകൾ അതിനുള്ളിൽ അടങ്ങിയിട്ടുള്ളതായി നമുക്ക് കാഴ്ചയിൽ തന്നെ ബോധ്യമാകുന്നത്. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. സോ ഈ വീഡിയോയിൽ നമ്മൾ കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്രാക്ടീസിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേപ്പർ എടുക്കുക, പെൻസിൽ എടുക്കുക. അതിങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഒരു പിക്ചറിൽ അതിൻ്റെ ഷേപ്പ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്, കാണിച്ചു തരുന്നത്. സോ നമ്മുടെ മുമ്പിൽ ഒരു പിക്ചറുണ്ട്. ഇത് ചിത്രകാരൻ പോൾ സെസന്നെ വരച്ച ഒരു ചിത്രമാണ്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് അനേകം ഷേപ്പുകളെ കണ്ടെത്താൻ കഴിയും. നിങ്ങൾക്കത് ഞാൻ പ്രത്യേകമായിട്ട് കാണിച്ചു തരേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ഞാനത് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി തരണം. അപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ ഈ ഭാഗത്ത് അല്ലേ, ഈ ഭാഗത്തായിരുന്നു നിങ്ങൾക്ക് ഒരു റെക്റ്റാങ്കിൾ ഇവിടെ കാണാം. ഓക്കെ, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ, ഇങ്ങനെ നിങ്ങൾക്ക് ഒരു റെക്റ്റാങ്കിൾ ഇവിടെയും കാണാം. അതുപോലെ ഇവിടെ ഒരു ഓവൽ ഷേപ്പ് നിങ്ങൾക്ക് കാണാം, ഇവിടെയും ഓവൽ ഷേപ്പ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു സിലിണ്ടറിനെ നമ്മളിങ്ങനെ ഡീഫോം ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞെളുക്കി കൊണ്ടുവന്ന് താഴേക്ക് ഫിറ്റ് ചെയ്ത് അങ്ങനെ. ഇവിടെ ഒരു ഓവൽ ഷേപ്പ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു റൗണ്ട് പോലെ, ഇതൊരു റൗണ്ടാണ്, ഇതൊരു റൗണ്ടാണ്. ഇത് ഓവർലാപ്പ് ചെയ്തിട്ടുള്ള റൗണ്ടുകളാണ്, അതിനുള്ളിലുള്ളതൊക്കെ റൗണ്ടുകളാണ്. ഇത് വലിയൊരു സിലിണ്ടർ പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതൊരു കർവ്, ഒരു സ്ഫിയറിൻ്റെ മുകൾ ഭാഗത്തെ കഷ്ണം പോലെ. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്കൊരു ടേബിൾ നിങ്ങൾക്ക് ഒരു ബോക്സ് പോലെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു പ്ലെയിൻ താഴേക്കൊരു ബോക്സായിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇവിടെ അതുപോലെ തന്നെ ബോക്സ്, കംപ്ലീറ്റ് ഷേപ്പുകളാണ്. ഇനി ഇതിൻ്റെ പിന്നിൽ ഒരാളുണ്ട്. ഇവിടെ ഒരു ബോട്ടിലുണ്ട്. ആ ബോട്ടിലും നിങ്ങൾക്ക് രണ്ട് സിലിണ്ടറുകളും ഒരു കോൺ ഷേപ്പൊക്കെ അതിൽ കാണാം. സോ നമ്മളൊരു പിക്ചർ കാണുമ്പോൾ അതിനുള്ളിലുള്ള ഷേപ്പുകൾ നമ്മൾ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ ശീലിക്കണം. അതിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വരക്കേണ്ട പിക്ചർ വളരെ പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. നമ്മുടെ ഒരാൾ ഇതുപോലൊരു ഈ ഒരു ചിത്രം മുന്നിലേക്ക് വെച്ച് തന്നിട്ട് ഈ ചിത്രം വരക്കാൻ പറയുമ്പോൾ നമ്മൾ ഇതിലുള്ള ഡീറ്റെയിൽസൊക്കെ എല്ലാം കൂടെ കണ്ടിട്ട് ഇതെനിക്ക് കഴിയില്ല എന്ന് വിചാരിച്ചാൽ അത് പോയി, നിങ്ങൾക്ക് വരക്കാൻ കഴിയില്ല. അതേസമയം നിങ്ങളിതിനെ വളരെ സിമ്പിളാക്കി മനസ്സിലാക്കുക. ഇതൊരു ചതുരാണ്, നമുക്ക് വരക്കാം. ഇതൊരു ചതുരാണ്, അതും നമുക്ക് വരക്കാം. ഓവൽ ഷേപ്പുകൾ, ഇതൊക്കെ ബോക്സും റൗണ്ടുകളല്ലേ, നമുക്ക് വരക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന രൂപത്തിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഒരു പിക്ചറിനെ അതിൻ്റെ എല്ലാ കോംപ്ലക്സിറ്റിയോടും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഒരു ഒബ്ജക്റ്റ് കണ്ടു. അപ്പോൾ ആ ഫോമിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു ഫിഗർ നമ്മളെടുക്കും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി കൃത്യമായിട്ടുള്ള ഫിഗറായിട്ട് രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മളതിനെ അടയാളപ്പെടുത്തും. മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ അതിൻ്റെ അടുത്ത ഡീറ്റെയിലേക്ക് ജസ്റ്റ് എൻ്റർ ചെയ്യും. നാലാമത്തെ സ്റ്റേജിൽ നമ്മൾ അടുത്തൊരു ഷേപ്പിലേക്ക് എൻ്റർ ചെയ്യും. പിന്നെ അടുത്തതിലേക്ക് അങ്ങനെ 1 by 1 ആയിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് അവസാനം അതിൽ ഡീറ്റെയിൽ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് ഭയങ്കര മനോഹരമായിട്ട് നിങ്ങളെന്നെ വിചാരിക്കും, ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള സാധനം നമുക്ക് എത്ര പെട്ടെന്ന് വരക്കാൻ കഴിയും. പക്ഷെ നമ്മളെന്ത് ചെയ്യും, ആദ്യം തന്നെ അതിൻ്റെ കോംപ്ലക്സിറ്റിയോട് കൂടി ആലോചിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹെഡ് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ഭംഗിയുള്ളൊരു ചിത്രം കണ്ടു. അപ്പോൾ നിങ്ങളത് കാണുമ്പോൾ തന്നെ ഇതൊന്നും എനിക്ക് വരക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരക്കാൻ കഴിയില്ല, ഓഫ് കോഴ്സ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഹെഡിന് പകരം നിങ്ങളതിൽ കണ്ടത് വലിയൊരു വൃത്തമാണ്. ഓക്കെ, ഒരു വൃത്തം നിങ്ങൾ കണ്ടു.
ഇതിപ്പോൾ നമുക്ക് വരക്കാവുന്ന ഒരു വൃത്താണല്ലോ. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കടന്നു. സെൻട്രൽ ലൈൻ എടുത്ത് ഒരു മൂക്ക് ജസ്റ്റ് ഇതും നമുക്ക് വരക്കാവുന്നതാണ്. ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് അതും നമുക്ക് വരക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കി അതും വരക്കാവുന്നതാണ്. ഇവിടെ ചെവി കുറച്ചുകൂടി മുന്നിലായിട്ട് അത് നമുക്ക് വരക്കാവുന്നതാണ്. ഇങ്ങനെ ഇവിടെ കണ്ണാണെങ്കിൽ നമ്മൾ കണ്ണ് കാണുന്നില്ല, നമ്മൾ അവിടെ ഒരു ചതുരം കാണുന്നത്, കണ്ണ് നിൽക്കുന്നൊരു ബ്ലോക്ക് ചെയ്യുന്നൊരു സ്പേസ്. ചുണ്ട് ഇവിടെ ഇങ്ങനെ കാണുന്നു, ഇവിടെ ഒരു വര കാണും, ഇവിടെ ഒരു കഴുത്ത് കാണുന്നു, അത് മുടി കാണുന്നു, മുടീൻ്റെയൊക്കെ ഒരു ഏകദേശ ഷേപ്പ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പുരികം ഇങ്ങനെ കാണണം, ഈ കണ്ണിൻ്റെ മേലെ ബ്ലോക്ക്, പിന്നെ കണ്ണ് കാണുന്നു. അങ്ങനെ ഡീറ്റെയിലേക്ക് മെല്ലെ 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 നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ചിത്രം നിങ്ങൾ മറ്റേത് കണ്ട പോലെ തന്നെ ഡീറ്റെയിൽഡായിട്ട് വളരെ മനോഹരമായിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നെറ്റിൽ നിന്ന് ഫ്രൂട്ട്സ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫ്രൂട്ട്സ് ഒരുപാട് കിട്ടും. ആദ്യം സിമ്പിളായിട്ടുള്ളതിന് തുടങ്ങുക. എപ്പോഴും നിങ്ങൾ സിമ്പിൾ സ്റ്റെപ്പിൽ തുടങ്ങാവൂ. നിങ്ങൾക്ക് വലിയ പിക്ചറുകൾ അതിമനോഹരമായി വരക്കാനൊരു പക്ഷേ ഭയങ്കര തിടുക്കം ഉണ്ടാവും, ഉള്ളിലൊരു തള്ളിച്ച ഉണ്ടാവും. നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ടതില്ല. നിങ്ങളെപ്പോഴും സ്മോളായിട്ടുള്ള സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങും. അപ്പോൾ ഇത് നമ്മൾ വരക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്കറിയാം ഇതിനൊരു ആംഗിൾ ഉണ്ട് അല്ലേ, ഒരു ആക്സിസ് ഉണ്ട്, ഇങ്ങനെയാണ് ആക്സിസ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ആക്സിസ് വരക്കാം. എന്നിട്ട് ഇതിൻ്റെ പിന്നിൽ വലിയൊരു റൗണ്ടാണുള്ളത്. ആ റൗണ്ട് നിങ്ങളെ പെൻസിൽ നമ്മൾ എങ്ങനെയാണോ ഓവൽ ഷേപ്പുകൾ പേപ്പറിൽ വരച്ചത് ഇതുപോലെ ജസ്റ്റ് അടയാളപ്പെടുത്തും. പിന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇങ്ങനെ ചെറിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ജസ്റ്റ് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. ഇവിടെ ഒരാളുണ്ട്, ഒരു സിലിണ്ടർ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അടയാളപ്പെടുത്തി. അടുത്ത ആൾ അതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട്, അയാൾ ആക്സിസ് ഇങ്ങനെയാണ്. ജസ്റ്റ് നമ്മൾ ഓക്കെ അടയാളപ്പെടുത്തി. പിന്നെ അയാൾക്കൊരു റൗണ്ട് ഉണ്ട് താഴെ, ആ റൗണ്ട് നമ്മൾ പെൻസിലേറ്റ് വരച്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി. അതൊക്കെ തെറ്റിക്കോട്ടെ, നിങ്ങളതിന് ഒരു വിഷമം വിചാരിക്കേണ്ടത്. ഒന്ന് എക്സാക്ട്ലി നമ്മളത് വരക്കില്ല ഒരിക്കലും. നമുക്ക് അതിനോട് സാദൃശ്യം പുലർത്തുന്ന ഒരു സാധനം ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഒരു ഷേപ്പ് ജസ്റ്റ് അടയാളപ്പെടുത്തി, ഇവിടെ ഒരു തണ്ടും നമ്മൾ ജസ്റ്റ് അടയാളപ്പെടുത്തി. ഇപ്പം നമുക്ക് ടോട്ടലി നമുക്ക് സംഭവമൊക്കെ നമ്മുടെ കയ്യിലായി. ഇനി അതിൻ്റെ ഡീറ്റെയിൽ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ആളുകളായതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാമല്ലോ, നിങ്ങളിപ്പോൾ വരച്ച ഈ സ്കെച്ച് ഉണ്ടല്ലോ, അതായത് ഫസ്റ്റ് സ്കെച്ച് നിങ്ങൾ പേപ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ലൈനുകളും ഈ ഓവൽ ഷേപ്പുകളൊക്കെ ലൈറ്റായിട്ട് വരക്കാവും. ഭയങ്കര അമർത്തിയിട്ട് നല്ല കറുപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് പ്രയാസമാവും. അപ്പോൾ ഫസ്റ്റ് സ്കെച്ച് എപ്പോഴും സ്കെച്ചിങ്ങിൻ്റെ ഒരു ടിപ്പാണത്. നിങ്ങൾ വർക്ക് നന്നാക്കാനുള്ളതാണ്. ലൈറ്റ്ലി ആയിട്ടുള്ളൊരു സ്കെച്ച് നിങ്ങൾ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സ്കെച്ചിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റേജാണ്. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മളതിൻ്റെ എഡ്ജ് നിങ്ങളിങ്ങനെ കുറച്ചും കൂടി സ്മൂത്താക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള സമയം എടുക്കാം. നിങ്ങൾ അതിൽ ടെൻഷനൊന്നും എടുക്കേണ്ടതില്ല. നമ്മൾ ഫസ്റ്റ് സ്കെച്ച് നമ്മൾ ഫാസ്റ്റാക്കി ചെയ്യുന്നത് നന്നാവും. രണ്ടാമത്തെ സ്കെച്ച് നിങ്ങൾക്ക് കുറച്ച് സമയം എടുത്തിട്ട് ആ പിക്ചർ ഇങ്ങനെ നോക്കിയിട്ട് വേണം നിങ്ങളിതിൻ്റെ സൈഡ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ നിലം തട്ടുന്ന ഭാഗം നമ്മൾ ഈ ഭാഗം തെറ്റിപ്പോയി അല്ലേ, നമ്മൾ ഇത് മുകളിലും ഇത് താഴെയായി പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈന് വരക്കാം, എന്നിട്ട് കുറച്ച് കയറ്റി വരച്ചു കൊടുക്കാം. നോ പ്രോബ്ലം. മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം, പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കോമൺ ആണ്. നമ്മൾ ഒന്നും കൂടി അതിനെ ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത സ്റ്റേജിൽ കുറച്ചും കൂടി കറുപ്പിക്കുക. അതായത് നിങ്ങളുടെ പെൻസിൽ കുറച്ചും കൂടി അമർത്തി ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ആ ഒരു നെറ്റ് ഒന്നും കൂടി ഇത്ര ഇടുന്നുള്ളൂ. നമ്മൾ ഡീറ്റെയിൽ നോക്കുന്നില്ല, ഒരു കള്ളി ഇട്ടു. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ജസ്റ്റ് എങ്ങനെയാണോ നമ്മുടെ പിക്ചർ ഉള്ളത് ആ പിക്ചർ നോക്കി ഏകദേശം കുറച്ചും കൂടി അടയാളപ്പെടുത്തി. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ നിങ്ങളെ പിക്ചർ ഡീറ്റെയിലായി. അടുത്ത് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഡ്രോയിങ് കറക്റ്റാക്കാൻ നോക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഇത്ര ചെരിവ് കുറവാണ്, അപ്പോൾ നമ്മളിതിന് നന്നായിട്ട് ചെരിവായിട്ടുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് ഈ ഫോം കമ്പയർ ചെയ്തിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ട് കൊണ്ടുവരും. അങ്ങനെ നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എക്സസൈസ്. ഓരോന്നെടുക്കുക, ഇത്ര ചെയ്താൽ മതി. നിങ്ങൾ ഭയങ്കര ഫിനിഷിങ് നിങ്ങൾ തുടക്കത്തിൽ ഉന്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കഴിയണമെന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത്ര ചെയ്യുക. പിന്നെ ഏകദേശം ഇതിലൊരു ലൈറ്റിംഗ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഡാർക്ക് ആയിട്ടുള്ള ഏരിയകളിൽ ജസ്റ്റ് ഇങ്ങനെ കുറച്ച്
ലൈൻ ഇട്ടിട്ട് ഒരു ലൈറ്റ്, അപ്പോൾ ചെറിയൊരു ഉരുളിപ്പൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ഒരു വോളിയം കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ അടയാളപ്പെടുത്തും. ഇങ്ങനെ അനവധി ഫ്രൂട്ട്സുകളുടെ പിക്ചറുകൾ നെറ്റിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഫ്രൂട്ട്സ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി, 1 by 1 ആയിട്ട് എടുക്കുക. എന്നിട്ട് ഓരോന്നിനും ഇങ്ങനെ ജസ്റ്റ് ആ ഫോമുകൾ ആദ്യം കാണാം. ഷേപ്പുകളാണ് നമ്മൾ കാണേണ്ടത്. ഷേപ്പില്ലാതെ നമ്മൾ ഈ പിക്ചർ വരക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങും, എന്നിട്ട് ഇങ്ങനെ പോയി അവസാനം നമ്മൾ വിചാരിക്കാത്തോടത്തൊക്കെ ആയിരിക്കും നമ്മുടെ ലൈനൊക്കെ പോവുക. ഓക്കെ, ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങി അവസാനം നമ്മളെ ലൈനും അവരുടെ ലൈനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മൊത്തത്തിൽ അതിൻ്റെ ആംഗിൾ അടയാളപ്പെടുത്തി, ആംഗിൾ നമുക്ക് കിട്ടി, പിന്നെ അതിൻ്റെ സൈസ് നമ്മൾ അടയാളപ്പെടുത്തി. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പേപ്പറിൽ നമ്മൾ സാധനം നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി ജസ്റ്റ് നമുക്ക് ഗൈഡ് ഉണ്ട് ഇവിടെ അടയാളപ്പെടുത്തി, നമുക്ക് അതിൻ്റെ പുറത്തു കൂടി ജസ്റ്റ് ഫിനിഷിങ് നടത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചിത്രം കംപ്ലീറ്റ് ആയി. എളുപ്പമാണ്. നിങ്ങളൊരു ഭാഗത്തു നിന്ന് ഫിനിഷ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഫ്ലവർ പോട്ട് ആണ്. അപ്പോൾ നമ്മളിത് വരയ്ക്കുകയാണ്. നമ്മളിത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റുകളൊക്കെ കുത്തനെ നിൽക്കുക, ലംബാണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും നോക്കാതെ ഫോമുകളൊന്നും ഇടാതെ നമ്മൾ നേരെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി നമ്മുടെ ചെടിയൊരു പക്ഷേ ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ പോയി അതിൻ്റെ ആംഗിൾ തന്നെ ചിലപ്പോൾ ചെരിഞ്ഞിട്ടായിരിക്കും പോവുക. ഈ ആക്സിസൊക്കെ അതിൻ്റെ ഒരു ബാലൻസ് ഉണ്ടല്ലോ, കുത്തനെ നിൽക്കുന്ന, അതൊക്കെ പോയി ചെരിഞ്ഞ് നിൽക്കുന്നൊരു ബോട്ടിലൊക്കെ ആയിരിക്കും നമുക്ക്. നമ്മൾ ആദ്യം വേണ്ടത് ഇത്തരത്തിൽ കുത്തനെ ലംബമായിട്ട് നിൽക്കുന്ന ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കെയിൽ എടുക്കാവുന്നതാണ്. എന്നിട്ട് കുത്തനെയുള്ളൊരു ലൈന് നിങ്ങൾ വരയ്ക്കുക. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് നിങ്ങളെ പെൻസിലെടുത്തിട്ട് നമ്മൾ ഫോമുകൾ കാണുന്ന ഒരു ഓവൽ ഷേപ്പ് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ലൈൻ ഉള്ളതുകൊണ്ട് തന്നെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരേ എമൗണ്ട് എടുക്കാൻ എളുപ്പമാണ് അല്ലേ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടോട്ടലായിട്ട് ഇതൊരു സിലിണ്ടറായിട്ട് കൺസിഡർ ചെയ്യാം, ടോട്ടലായിട്ട്. അപ്പോൾ നമുക്ക് താഴേക്ക് ഇത്തരത്തിലുള്ള ഗ്ലാസ്സുകളും പോട്ടുകളൊക്കെ വരക്കുമ്പോൾ സ്കെയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം അളവ് കൃത്യമായിട്ടാണല്ലോ ഒറിജിനലുണ്ട്. അപ്പോൾ നമ്മളത് ഫോളോ ചെയ്യാൻ സ്കെയിൽ ഉപയോഗിക്കാവുന്നു. താഴെ നിങ്ങൾക്കൊരു ഓവൽ ഷേപ്പ് കാണാം, ഇവിടെയും നിങ്ങൾക്കൊരു ഓവൽ ഷേപ്പ് സ്റ്റിങ്ങനെ യോജിപ്പിക്കും. പിന്നെ ഇവിടെ ഒരു സിലിണ്ടർ ഷേപ്പ് ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ സിലിണ്ടർ ഷേപ്പിൻ്റെ ഇടയിലും നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ബോട്ടിലിൻ്റെ ഷേപ്പ് ഉണ്ട്. ഇനി ഇവിടെ ഒരുപാട് ഫ്ലവറുകളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഫ്ലവറും വരക്കാമെന്ന് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് സാധനം കൈവിട്ടു പോകും. നമ്മൾ പക്ഷേ എന്താ ചെയ്യുന്നത്, നമ്മളിതിനെ മൊത്തത്തിൽ ഒരു ഒബ്ജക്റ്റായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഇത്രയും വലുപ്പമുള്ളൊരു ഓവൽ ഷേപ്പ് നമ്മൾ കാണുന്നു. നമ്മളത് ഇവിടെ അടയാളപ്പെടും. ഓക്കെ, ഇത്ര ഏരിയയിൽ നമ്മുടെ പൂക്കൾ ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഏകദേശം എത്ര ഏരിയ. എന്നിട്ട് നമ്മൾ അതിനൊരു സെൻട്രൽ ലൈനാണ് വരയ്ക്കുക. നമുക്ക് എപ്പോഴും ഗൈഡ് വേണം, ഒരു അടയാളം, അതിൻ്റെ പ്രൊപ്പോർഷനും വലിപ്പവും ദൂരവും ഒക്കെ മനസ്സിലാക്കാൻ നമ്മളിങ്ങനെ ഓരോ ലൈനുകൾ ഇങ്ങനെ ഇടുക. എന്നിട്ട് ഈ ലൈന് നമ്മൾ ഇവിടെ സങ്കല്പിക്കുക. അപ്പോൾ സെൻട്രലിൽ വരുന്ന ആൾ ഇങ്ങനെ ഒരു ലൈനും കിട്ടി, ഇങ്ങനെ ഒരു ലൈനും കിട്ടി. അതിവിടെ വരച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും ഈ ഭാഗത്തായിട്ട് ഒരാളുണ്ട്, അവിടെ നമ്മൾ ഒരു ഓവൽ ഷേപ്പ് അടയാളപ്പെടുത്തി. ഇതിന് ചുവട്ടിലായിട്ട് ഇവിടെ ഒരു പൂവുണ്ട്, അത് അടയാളപ്പെടുത്തി. അടുത്തത് ഇവിടെ അടയാളപ്പെടുത്തി, അടുത്ത ആളെ ഇവിടെ അടയാളപ്പെടുത്തി, അടുത്ത ആളെ ഇവിടെ, അടുത്ത ആളെ ഇവിടെ, അടുത്ത ആളെ ഇവിടെ, അടുത്ത ആൾ. ഇടയിൽ ഒരുപാട് പച്ച ഇലകളുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് അതിനെങ്ങനെയും വരയ്ക്കാൻ. പ്രത്യേകിച്ച് നിങ്ങൾ മറന്നു പോകാതിരിക്കേണ്ട ഒരു കാര്യം അതിന് തണ്ടുണ്ട് എന്നുള്ളതാണ്. തണ്ട് മിസ്സായി പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടോ നമ്മൾ ടോട്ടൽ ഫ്ലവർ വേസിൻ്റെ ഔട്ട്ലൈനും സൈസും ഒക്കെ നമുക്ക് കിട്ടി. ഇനി ജസ്റ്റ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കടന്നാൽ മതി. എന്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റേജ്. ഡീറ്റെയിൽ ആകുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യും. ആദ്യം ഇതിൻ്റെ ഈ ഭാഗത്തുള്ള ഒരു ചെറിയ കളർ ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അടയാളപ്പെടുത്താം. പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടി നമ്മൾ പെൻസിൽ കട്ടി കൂട്ടിയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മളതിൻ്റെ രണ്ടാമത്തെ ഡീറ്റെയിലേക്ക് കടന്നിട്ട് ഈ ഭാഗങ്ങൾക്ക് ഇപ്പോൾ നമ്മളിവിടെ ഒന്നും ക്ലിയറാക്കി വരച്ചില്ലല്ലോ, അതൊക്കെ നമ്മൾ ക്ലിയറായിട്ട് വരക്കുകയും, പെൻസിലാകുമ്പോൾ കൂടുതൽ കൺട്രോൾ കിട്ടും. നിങ്ങൾക്ക് ടാബ്ലറ്റിൽ അത്ര കൺട്രോൾ കിട്ടുന്നില്ല. പിന്നെ നമ്മൾ
ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് നമ്മൾ കഴിഞ്ഞു. എന്നിട്ട് രണ്ടാമത്തെ ബോട്ടിൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ ഫ്ലവറാണ്. ആ ഫ്ലവർ ഏകദേശം ഫ്ലവറിൻ്റെ നടുവിൽ നമുക്ക് അടുത്തതായിട്ട് കാണുന്നതിൻ്റെ ഡാർക്ക് ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം അത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടയാളപ്പെടുത്തുന്ന ഡാർക്ക് ഏരിയകളൊക്കെ നമ്മൾ അടയാളപ്പെടുത്തും. അതായത് മെയിനായിട്ട് കാണുന്ന ഷേപ്പ് അത് ഫസ്റ്റ്, ഏറ്റവും മെയിനായിട്ട് കാണുന്ന ഷേപ്പ് ഫസ്റ്റ് അടയാളപ്പെടുത്തും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഷേപ്പ് നമ്മൾ അടയാളപ്പെടുത്തും. പിന്നെ അതിനുള്ളിൽ കാണുന്ന ഷേപ്പ് നമ്മൾ അടയാളപ്പെടുത്തും. അതൊക്കെ നമ്മളെല്ലാം കറക്റ്റ് നമ്മളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ ഡീറ്റെയിൽ ഓരോ ഇതളുകളൊക്കെ ഒറിജിനൽ പിക്ചറിൽ നോക്കി ഇങ്ങനെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് ഡ്രോയിങ്ങിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ്. അങ്ങനെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു ഫ്ലവർ വേസ് വളരെ എളുപ്പത്തിൽ കിട്ടും. ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം ഓരോ ഇതളും നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം മുഴുവൻ നമുക്ക് നഷ്ടമാവും. ഇനി മറ്റൊരു എക്സാമ്പിൾ ഞാൻ എടുക്കാം. ഇത് കുറച്ചുകൂടെ മെമ്പേഴ്സ് കൂടുതലുള്ളൊരു പിക്ചറാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു നിങ്ങൾ എപ്പോഴും റെഫറൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ റെഫറൻസ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. റെഫറൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. റെഫറൻസ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ റെഫറൻസ് ഉണ്ട്. നമ്മളോട് ഇതിന് വരയ്ക്കാൻ പറയും. നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ആദ്യം ഒരു പഴം വരച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാലൻസും കാര്യമൊക്കെ തെറ്റും. പക്ഷെ നമ്മളിതിനെന്ത് ചെയ്യും, മുഴുവനായിട്ട് അങ്ങോട്ട് ഒരു ഷേപ്പായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്കിങ്ങനെ നീളത്തിൽ ഈ രൂപത്തിലൊരു ഷേപ്പ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മളെ ടോട്ടൽ സ്പേസ് ഇട്ട് എന്നിട്ട് നമ്മുടെ സ്പേസിൽ നമ്മൾ സെൻട്രൽ ലൈൻ അടയാളപ്പെടുത്തും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പിക്ചറിലെ സെൻട്രൽ ലൈൻ. ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സെൻട്രൽ ലൈൻ അടയാളപ്പെടുത്തും. അപ്പോൾ നമ്മുടെ പിക്ചറിലെ സെൻട്രൽ ലൈന് ഇവിടെ ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി എവിടെ നിന്നാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരാളെ അടയാളപ്പെടുത്തേണ്ടത്. ഓക്കെ, കൈതച്ചക്കയുടെ ഷേപ്പ് നമ്മളിവിടെ ജസ്റ്റ് ഇങ്ങനെ അടയാളപ്പെടുത്തും. നിങ്ങൾക്ക് ആ ഷേപ്പ് ഒരു ഓവൽ ഷേപ്പിനായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാവുന്ന. ഓക്കെ, പിന്നെ അതിൽ മെയിനായിട്ടുള്ള മേജറായിട്ടുള്ള ഒരാളാരാണ്, നമ്മുടെ നേന്ത്രപ്പഴമാണ്. അയാൾക്കുള്ള ഏരിയ അയാൾക്ക് പതിച്ചു കൊടുത്തു. പിന്നെ ഒരാൾ മുന്തിരിക്കുലയാണ്, അയാൾ ഏരിയ നമ്മൾ പതിച്ചു കൊടുത്തു. കുറച്ചും കൂടെ അയാൾക്ക് ആവശ്യമുണ്ട്, അവിടെയും കൊടുത്തു. പിന്നെ അടുത്ത ഓവൽ ഷേപ്പ് ഇവിടെ ഒരു ആപ്പിളുണ്ട്, അതിന് ചുവട്ടിൽ ഒരു ആപ്പിളുണ്ട്. ഇപ്പുറത്ത് ഒരാൾ എന്തോ ഒരു കളറിൽ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാളുകൾ ഇവിടെ ഉണ്ട്. മുന്തിരിയുടെ ഷേപ്പ് ഇവിടെ അടയാളപ്പെടുത്തി കുറച്ച് ഇതിൻ്റെ ബാക്കിലേക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ കുറച്ച് ആളുകൾ ഇതിൻ്റെ ചുവട്ടിലും ഷേപ്പായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ടോട്ടൽ ഫ്രൂട്ടിൻ്റെ ഏരിയ ഏകദേശം അടയാളപ്പെടുത്തി. ഇത് നിങ്ങൾക്കാണ് നമ്മുടെ ഏത്തപ്പഴം കുറച്ച് മുകളിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫിനിഷിംഗ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഏത്തപ്പഴം ഈ നേന്ത്രപ്പഴം കുറേ മുകളിലായിരിക്കും. നമുക്കത് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, കാരണം നമ്മൾ ഫൈനൽ വരച്ച് കഴിഞ്ഞു ഫുള്ള് നമ്മൾ എറേസ് ചെയ്ത് കളയേണ്ടി വരും. ഇത് ജസ്റ്റ് നമ്മൾ ലൈറ്റായിട്ട് സ്കെച്ച് ചെയ്തിട്ടുള്ളൂ. നമുക്കിത് വളരെ എളുപ്പത്തിൽ മായ്ച്ച് കളയാൻ കഴിയും. അതൊക്കെയാണ് സ്കെച്ചിങ്ങിൻ്റെയും ബ്ലോക്കിങ്ങിൻ്റെയൊക്കെ ലാഭം, പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ്. എളുപ്പം നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം കുറച്ച് താഴെ വെക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എറേസ് ചെയ്തിട്ട് ഇങ്ങനെ മായ്ച്ച് കളഞ്ഞാൽ നിങ്ങൾക്ക് ആ ഷേപ്പ് താഴെ വെക്കാം. ഓക്കെ, വളരെ എളുപ്പമാണ്. പിന്നെ ഉള്ളത് നേന്ത്രപ്പഴത്തിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കാണാം. അതിനുള്ളിൽ 3 ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 3 വരാണ്ടിടാം. വര നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ പോകുന്നില്ല, ജസ്റ്റ് നിങ്ങളിങ്ങനെ 3 വര ഇട്ട്. അതുപോലെ തന്നെ ഓരോ ഷേപ്പിൻ്റെ ഉള്ളിലുള്ള അടുത്ത സ്റ്റേജിൽ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഫിനിഷ് ചെയ്യും നമ്മുടെ പിക്ചർ. പിന്നെ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെയൊക്കെ തണ്ടും ആ ഒരു ഏരിയയൊക്കെ അടയാളപ്പെടുത്തി മുന്തിരി നിങ്ങൾക്ക് ഓരോ സ്ഫിയറായിട്ട് അതിൽ കാണുന്ന പോലെ തന്നെ അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ കൈതച്ചക്ക അടുത്ത ഡീറ്റെയിൽ വന്നു. കൈതച്ചക്കയിൽ നമ്മൾ കള്ളികൾ ഇങ്ങനെ 1 by 1 ആയിട്ട് അതിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്താൽ അതൊക്കെ റാൻഡമായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനൊന്നും പ്രത്യേക ഒരു ഓർഡർ ഇപ്പോൾ ഏതായാലും അതിൽ കാണുന്നില്ല. പിന്നെ ഇലകളാണ്, അതും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആ രൂപത്തിൽ ചെയ്യാം. ടോട്ടലി നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ ഫൈനൽ സ്റ്റേജ് ഫിനിഷിങ്ങിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഭദ്രമായിട്ട് ഒരു ഔട്ട്ലൈൻ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാകും. കാരണം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഇതിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇല വരേണ്ട സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ഏരിയയും നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പണി ആ ബ്ലോക്ക് ചെയ്ത ഏരിയകളിലൂടെ ഫിനിഷിംഗ് ലൈൻ ജസ്റ്റ് ഒറിജിനൽ പിക്ചർ നോക്കി പായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ പിക്ചറുകൾ വരയ്ക്കുന്നതും
മറിച്ച് നിങ്ങൾ ഇതെല്ലാം കൂടെ ഈ പിക്ചർ അങ്ങോട്ട് കണ്ടിട്ട് ഇത് ഒരുപാട് ഡീറ്റെയിൽ ഉണ്ട്, എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ആദ്യമേ വിചാരിച്ചു കഴിഞ്ഞാൽ പോയി. മറിച്ച് അതിനെ സിമ്പിളാക്കുക. കഷ്ണം മുറിച്ച് മനസ്സിലാക്കിയിട്ട് ആദ്യം ടോട്ടലായിട്ടൊരു ഷേപ്പ് അതിൽ നിന്ന് മനസ്സിലാക്കി, പിന്നെ അതിന് നമ്മൾ സെൻട്രൽ ലൈൻ ഇട്ടിട്ട്, അതാണ് അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. ടോട്ടൽ ഷേപ്പ് ഇട്ടതിന് ശേഷം നമ്മളിതിനൊരു ആക്സിസ് ആണെങ്കിൽ, നമ്മൾ നേരത്തെ 90 ഡിഗ്രി ഒരു ലംബം പറഞ്ഞു, കുത്തനെ നിൽക്കുന്ന സാധനങ്ങൾ, അതുപോലെ ഒന്നില്ലെങ്കിൽ അതുപോലെ, അല്ലെങ്കിൽ നമ്മൾ ഷേപ്പിൻ്റെ സെൻട്രൽ ലൈൻ അടയാളപ്പെടുത്തും. എന്നിട്ട് റെഫറൻസിൽ നോക്കിയിട്ട് നമ്മൾ മെയിനായിട്ടുള്ള ഷേപ്പുകൾ, ഗൈഡ് ചെയ്യുന്ന ഷേപ്പുകൾ, വലിയ ഷേപ്പുകളൊക്കെ ജസ്റ്റ് അടയാളപ്പെടുത്തും. നിങ്ങൾക്ക് താഴെ ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് അടയാളപ്പെടുത്തും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളെ പിക്ചർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് വരച്ച് എടുക്കാൻ കഴിയും, റെഫറൻസ് നോക്കിയിട്ട്. ഓക്കെ, സോ നിങ്ങൾക്കുള്ള പ്രാക്ടീസ് ഇതാണ്. ഇൻ്റർനെറ്റിൽ നിന്നും ഫ്രൂട്ട്സ് സെർച്ച് ചെയ്യുക, എന്നിട്ട് സിമ്പിളായിട്ടുള്ള പിക്ചറുകൾ ആദ്യം നിങ്ങൾ ട്രൈ ചെയ്യുക. 2 ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിൻ്റെ ഒറിജിനലും അത് കഷ്ണം മുറിച്ച മറ്റൊരു ഭാഗം, അങ്ങനെ സിമ്പിളിൽ നിന്ന് ഇങ്ങനെ കുറച്ചും കൂടെ കൂടുതൽ ഫ്രൂട്ട്സുകൾ, പിന്നെ അത്യാവശ്യം ഇതുപോലെയുള്ള കുറച്ച് കൂടുതൽ പഴങ്ങളുടെ സീൻ എടുത്തിട്ട് അതിനെ ഈ രൂപത്തിൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ട്രേസ് ചെയ്യുക. ഭയങ്കര ഫിനിഷിങ്ങിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഫിനിഷിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതുമാണ്, നോ പ്രോബ്ലം. ഏകദേശം നിങ്ങൾക്ക് ആ പിക്ചറിൻ്റെ എസൻസ് അത് കാണുന്നതിനൊക്കെ ഇത് കൈതച്ചക്കയും നേന്ത്രപ്പഴവും മുന്തിരിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ എന്ന് ഏകദേശം പറയാൻ കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. സോ മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ മലയാളം ട്യൂട്ടോറിയലുകൾക്കായി വീഡിയോയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണമേ. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോകൾ ഷെയർ ചെയ്യുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.